ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു നാടൻ പലഹാരമാണ്. തിരുവനന്തപുരംകാരുടെ സ്വന്തം മുന്തിരിക്കൊത്ത്. ഇത് കാണാൻ നമ്മുടെ സുഗ്യൻ പോലെ തന്നെ ഇരിക്കും, പക്ഷെ ഇതുണ്ടാക്കുന്ന രീതിയും രുചിയും വേറെയാണ്. അതിനു മുന്നേ നമ്മുടെ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പൊ നമുക്ക് എങ്ങനെയാണ് മുന്തിരിക്കൊത്ത് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1 കപ്പ് ചെറുപയറാണ്. പിന്നെ വേണ്ടത് 1 കപ്പ് തേങ്ങ ചിരകിയതാണ്. തേങ്ങ കുറച്ച് കൂടുതൽ ചേർത്താൽ മുന്തിരിക്കൊത്തിന് നല്ല ടേസ്റ്റ് ആയിരിക്കും. 1 കപ്പ് അല്ലെങ്കിൽ ഒരു ചെറിയ തേങ്ങ മുഴുവനും ചേർക്കാം. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് 200 ഗ്രാം ശർക്കരയാണ്. നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് കുറച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. പിന്നെ 4 ഏലക്ക വേണം. പിന്നെ ഇതിന്റെ കോട്ടിങ്ങിന് വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂൺ മൈദ, 1/2 കപ്പ് അരിപ്പൊടി, പിന്നെ ഞാനിവിടെ ഒരു 1/2 ടീസ്പൂൺ ചുക്ക് പൊടിയും കൂടെ എടുത്തിട്ടുണ്ട്. ഇത് ഓപ്ഷണൽ ആണ്. ഒതന്റിക് റെസിപ്പിയിൽ ചുക്ക് പൊടിച്ചതും കൂടെ ആഡ് ചെയ്യും. നിങ്ങൾക്ക് വേണമെങ്കിൽ 1/2 ടീസ്പൂൺ ജീരകം പൊടിച്ചതായാലും ചേർക്കാം. ഇനി നമുക്കിത് ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്യാം. അതിനുവേണ്ടി ഒരു പാൻ ചൂടാക്കിയിട്ട് നമുക്ക് ചെറുപയർ ഇടാം. ഗ്യാസ് ഒരു ലോ ടു മീഡിയത്തിൽ വേണം വെക്കാൻ. ഇതൊന്ന് ചൂടായിട്ട് ഈ പച്ച നിറം മാറി ഒരു ലൈറ്റ് ബ്രൗൺ ആകുന്നത് വരെ വറുക്കണം. മുന്തിരിക്കൊത്തി ഞാൻ ആദ്യമായിട്ട് കഴിക്കുന്നത് എൻ്റെ കല്യാണത്തിന് ശേഷമാണ്. എൻ്റെ ഹസ്ബൻഡ് അമ്മയാണ് എനിക്ക് റെസിപ്പി പഠിപ്പിച്ചു തന്നത്. നമ്മുടെ എറണാകുളം സൈഡിലോട്ടൊന്നും ഞാൻ ഈ സ്നാക്ക് അങ്ങനെ കണ്ടിട്ടില്ല. അപ്പൊ ഞാനിത് കഴിച്ചു നോക്കിയപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അങ്ങനെ ഞാൻ അമ്മയടുത്ത് നിന്ന് ഈ റെസിപ്പി പഠിച്ചു. സുഗ്യന്റെ സെയിം ഇൻഗ്രീഡിയൻസ് തന്നെയാണെങ്കിലും ഇതിന്റെ ടേസ്റ്റ് ഒന്ന് വേറെയാണ്. അപ്പൊ നമ്മുടെ ചെറുപയർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത്രയും ബ്രൗൺ ആയാൽ മതി, ഒട്ടും തന്നെ കരിയാൻ പാടില്ല. ഇതിന് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ചൂടാറിയതിനു ശേഷം നമുക്ക് പൊടിച്ചെടുക്കാം. ഇനി നമുക്ക് ഈ സെയിം പാനിൽ തന്നെ തേങ്ങ വറുത്തെടുക്കാം. തേങ്ങ ഒന്ന് ചെറുതായിട്ട് കളർ മാറിയാൽ മതി, കൂടുതൽ ഗോൾഡൻ ആകണ്ട. അപ്പൊ നമ്മുടെ തേങ്ങയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. പാനിൽ നിന്ന് ഒരു ബൗളിലേക്ക് ആക്കണം. ഇപ്പൊ ചെറുപയർ നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട്. നമുക്ക് ഇതിനി പൊടിച്ചെടുക്കാം. ഒരു 4 ഏലക്ക കൂടെ ചേർക്കാം. പൊടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് കുറച്ച് തരിയായിട്ട് വേണം പൊടിക്കാൻ. എന്നാൽ ഒത്തിരി തരിയാവാൻ പാടില്ല. നമുക്കൊന്ന് ചെറുതായിട്ട് കടിക്കാൻ വേണ്ടി മാത്രം. ഭയങ്കര തരിയായിട്ട് പൊടിച്ചാൽ നമുക്ക് ഉരുട്ടിയെടുക്കാൻ പാടായിരിക്കും. അതുകൊണ്ട് കുറച്ച് തരിയായിട്ട് പൊടിക്കണം. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. ഇത്ര തരിയേ പാടുള്ളൂ. നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ കൂടി ചേർക്കാം. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ചുക്ക് പൊടിച്ചത് കൂടെ ചേർക്കാം. ഇത് ഓപ്ഷണൽ ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ 1/2 ടീസ്പൂൺ ജീരകം പൊടിച്ചതായാലും ചേർക്കാം. രണ്ടുമില്ലെങ്കിലും കുഴപ്പമില്ല. ഇനി നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് മിക്സ് ചെയ്ത് വെച്ചിട്ട് വേണം ശർക്കര പാനി ഉണ്ടാക്കാൻ. അതുണ്ടാക്കിയിട്ട് ഡയറക്റ്റ് ആയിട്ട് നമ്മൾ ചൂടോടെ തന്നെ ഇതിലേക്ക് ഒഴിക്കുകയാണ്. അതുകൊണ്ട് ഇത് മിക്സ് ചെയ്ത് വെച്ചിട്ട് വേണം പാനി ഉണ്ടാക്കാൻ. അപ്പൊ ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ആ സെയിം പാൻ ഒന്നുകൂടെ ചൂടാക്കിയിട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന 200 ഗ്രാം ശർക്കര ചേർക്കാം. ഒരു 1/2 കപ്പ് വെള്ളവും കൂടെ ചേർക്കാം. ഏത് ടൈപ്പ് ശർക്കര ആയാലും കുഴപ്പമില്ല. എൻ്റെ അടുത്ത് 2 ടൈപ്പാണ് ഉള്ളത്, അതുകൊണ്ട് ഞാൻ അങ്ങനെ എടുത്തു. ഇത്രയും ശർക്കര ചേർത്താൽ തന്നെ അത്യാവശ്യം നല്ല മധുരം കാണും. നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് കൂട്ടിയോ ഇത്തിരി കുറച്ചോ കൊടുക്കാം. ഇനി ഇതൊരു നൂൽ പാകമാകുന്നത് വരെ നമുക്ക് വരട്ടിയെടുക്കാം. കുറച്ച് ടൈം എടുക്കും അങ്ങനായി കിട്ടാൻ. നൂൽ പാകമായോ എന്നറിയാൻ ഇങ്ങനെ ഒന്ന് ചെയ്താൽ മതി. അപ്പൊ ഒരു നൂല് പോലെ ഇങ്ങനെ വിട്ട് വിട്ട് വരും. ചൂടായിരിക്കും, അതുകൊണ്ട് ശ്രദ്ധിച്ച് ചെയ്യണം. അപ്പൊ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി ഗ്യാസ് ഓഫ് ചെയ്ത് ചൂടോടെ തന്നെ നമുക്ക് ഇതൊരു ഫിൽറ്ററിൽ കൂടെ അരിച്ച് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതിലേക്ക് ഇടാം. അരിക്കുമ്പോൾ നമ്മുടെ ശർക്കരയിൽ എന്തെങ്കിലും അഴുക്കുണ്ടെങ്കിൽ പൊയ്ക്കോളും. ഇത് ഇനി അപ്പം തന്നെ നന്നായിട്ട് മിക്സ് ചെയ്യണം. എന്നിട്ട് പെട്ടെന്ന് തന്നെ ബോൾസ് ആക്കി എടുക്കണം. കുറെ ആറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്താൽ ഇത് കട്ട പിടിക്കും. കയ്യിൽ കുറച്ച് നെയ്യ് തടവിയതിനു ശേഷം നമുക്ക് ബോൾസ് ആക്കാം. അപ്പൊ ഉരുട്ടിയെടുക്കാൻ ഈസി ആയിരിക്കും. മുന്തിരിക്കൊത്ത് എപ്പോഴും സുഗ്യനേക്കാളും ചെറിയ ചെറിയ ബോൾസ് ആയിരിക്കും. ഇത്ര സൈസ് മതി. ഇങ്ങനെ നമുക്ക് എല്ലാം ബോൾസ് ആക്കി എടുക്കാം. എപ്പോഴും നമ്മൾ ഉരുട്ടി വെച്ചിട്ട് വേണം മാവ് റെഡിയാക്കാനായിട്ട്. അപ്പൊ നമ്മൾ മാവ് റെഡിയാക്കുന്ന സമയത്തിന് ആ ബോൾസ് ഒക്കെ ഒന്ന് സെറ്റായി കിട്ടും. ഇനി നമുക്ക് കോട്ടിംഗ് റെഡിയാക്കാം. അതിനുവേണ്ടി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന 1/2 കപ്പ് അരിപ്പൊടി, 2 ടേബിൾ സ്പൂൺ മൈദയും ചേർക്കാം. എല്ലാം ഒന്ന് ബൈൻഡായി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മൈദ ചേർക്കുന്നത്. പിന്നെ ഒരു കളറിന് വേണ്ടിയിട്ട് ഞാൻ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ചേർക്കുവാണ്. പിന്നെ ഒരു നുള്ളു ഉപ്പും. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. കുറച്ച് വെള്ളം ചേർത്ത് മിക്സ് ചെയ്യാം. നമ്മുടെ ഇഡലി മാവിന്റെ ഒക്കെ ഒരു കൺസിസ്റ്റൻസി വേണം കിട്ടാൻ. ആദ്യം 2 ഫ്രൈ ചെയ്ത് നോക്കണം. തിക്നെസ് പോരെങ്കിൽ കുറച്ചുകൂടെ മൈദ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. തിരിച്ചാണെങ്കിൽ കുറച്ചുകൂടെ വെള്ളം ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇത്രയും തിക്നെസ് വേണം.
ഇനി നമുക്കൊരു പാത്രത്തിൽ എണ്ണ ചൂടാക്കാൻ വെക്കാം. അപ്പോൾ ചൂടായോ നോക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇത്തിരി മാവ് ഇട്ട് കൊടുക്കാം. ആ മാവ് അപ്പം തന്നെ പൊങ്ങി വന്നാൽ എണ്ണ ചൂടായി. ഇനി നമുക്ക് ഈ മുന്തിരിക്കൊത്ത് മാവിൽ കോട്ട് ചെയ്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് പെട്ടെന്ന് തന്നെ റെഡിയാകും. ഒരു 2-3 മിനിറ്റ് എടുക്കുള്ളൂ. ഇത് വറുത്തിട്ട് നമ്മളൊരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ ഇട്ട് വയ്ക്കുവാണെങ്കിൽ ഒരു 3-4 ആഴ്ച വരെ ഒട്ടും ചീത്താവാതെ തന്നെ ഇതിരിക്കും. അപ്പോൾ ഇത് ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കിത് എടുക്കാം. ഇതേപോലെ തന്നെ എല്ലാം ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ എല്ലാ മുന്തിരിക്കൊത്തും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും. അതേസമയം നല്ല ടേസ്റ്റുമാണ്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അധികം ആരും കഴിച്ചിട്ടില്ലാത്തൊരു സ്നാക്കാണിത്. കുട്ടികൾക്കൊക്കെ ഇത് വളരെ ഇഷ്ടമാകും. ചെറുപയർ ഉള്ളത് കൊണ്ട് തന്നെ ഇത് പ്രോട്ടീൻ റിച്ച് ആണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ഇത് ഫ്രണ്ട്സിനും ഫാമിലിക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്ത നല്ലൊരു റെസിപ്പി ആയിട്ട് കാണും വരെ ബൈ.